ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു 12 ഡേ ഇയർ എൻഡിങ് റിച്വൽ ചെയ്യാൻ പോവാണെന്ന്. സോ ഇന്ന് ഡിസംബർ 21, ഇന്ന് തൊട്ട് ഡിസംബർ 31 വരെയുള്ള 12 ദിവസം, അല്ല 11 ദിവസം ആൻഡ് പ്ലസ് ജനുവരി 1 ഒരു തുമ്പിൻ്റെയും കൂടെ ആവശ്യമുണ്ട് നമുക്ക്. അങ്ങനെ 12 ദിവസത്തേക്കുള്ള റിച്വലാണ് ഇത്. സോ മാനിഫെസ്റ്റേഷനിലും ലോ ഓഫ് അട്രാക്ഷനിലും ഒക്കെ ആവശ്യത്തിലധികം വിശ്വസിക്കുന്നത് കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സാധനം കണ്ടാലും ഞാൻ അതിൽ ചാടി വീഴാറുണ്ട്. ആൻഡ് ഐ ട്രസ്റ്റ് ഇൻ ദിസ് സോ മച്ച്. അതാണ് എല്ലാത്തിലും ഇത്ര ആവേശത്തോടെ ചാടി വീഴുന്നത്. സോ നമ്മൾ വിശ്വസിച്ച് ചെയ്താൽ എന്തും വർക്കാകും. അതുകൊണ്ട് നിങ്ങൾ ഇതിലും വിശ്വസിക്കുക. വർക്കാകുമോ എന്നാലോചിച്ച് ചെയ്യാതിരിക്കുക, വർക്കാകും എന്ന് വിചാരിച്ച് തന്നെ അങ്ങ് ചെയ്യുക. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോയുടെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ ഇതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഭയങ്കര ലേറ്റ് ആകും. കാരണം ഇന്ന് വീഡിയോ ഞാൻ എടുക്കുന്നത് തന്നെ സത്യം പറഞ്ഞാൽ 21 രാവിലെ 4 മണിക്കാണ്. സോ നാട്ടിലിപ്പോൾ ഓൾറെഡി 10 മണിയായി. സോ ഇത് ഞാൻ അപ്ലോഡ് ചെയ്ത് വരുമ്പോഴേക്കും നാട്ടിൽ ഉച്ചയാവാനാവും. എന്നിട്ട് ഇന്ന് രാത്രിക്കുള്ളിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട്, അതായത് ഡിസംബർ 21 രാത്രിക്കുള്ളിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഗൈസ്, ഇത് യൂണിവേഴ്സിൻ്റെ സൈനാണ് നിങ്ങളും ഇത് ചെയ്യാനായിട്ട്. കാരണം ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അന്ന് തന്നെ നിങ്ങളിത് കാണണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷേ നിങ്ങളിതൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ യു സ്റ്റിൽ ഹാവ് 12 ഡേയ്സ്, നിങ്ങൾക്കും ഇതിന് ചെയ്യാം. അപ്പോൾ ഈ ഡിസംബർ 21 എന്ന് പറയുന്നത് ഈസ് ദി ലോങ്ങസ്റ്റ് നൈറ്റ് ഓഫ് ദി ഇയർ. ഇറ്റ് ഈസ് ദി ഡാർക്കസ്റ്റ് നൈറ്റ് ഓഫ് ദി ഇയർ. അപ്പോൾ ഈ ദിവസം നമ്മളിത് ചെയ്യുന്നതിൻ്റെ ഒരു മെറ്റഫോറിക്കൽ സാധനം എന്ന് പറയുന്നത് ലൈറ്റ് കംസ് ആഫ്റ്റർ എവറി ഡാർക്ക്നെസ് എന്നുള്ളതാണ്. സോ ഈ ഭയങ്കര ഡാർക്കായിട്ടുള്ള നൈറ്റ് കഴിഞ്ഞ് നാളെ വെളിച്ചം വരും എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ഏത് ഇതും കടന്നു പോകും എന്ന് പറയുന്ന പാട്ട് പോലെ എല്ലാം മാറും, എന്ത് കഷ്ടപ്പാടാണെങ്കിലും മാറും, നല്ല കാലം വരും എന്ന് പറയുന്നൊരു ഐഡിയകൾക്ക് മാച്ചിങ് ആയിട്ടാണ് നമ്മളിതൊന്ന് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് 12 വിഷസ് വേണം. ആൻഡ് നമ്മൾ ഈ 12 വിഷസ് നമ്മൾ ഓരോ കഷ്ണം പേപ്പറിൽ എഴുതണം. എന്നിട്ട് ഈ പേപ്പർ നമ്മൾ മടക്കി നമുക്കൊന്ന് കുലുക്കാം. ആൻഡ് ഇന്ന് തൊട്ട് ഡിസംബർ 21 രാത്രി തൊട്ട് ഇനി അങ്ങോട്ട് ഡിസംബർ 31 രാത്രി വരെ ഓരോ ദിവസം രാത്രിയും നമ്മൾ ഈ ഓരോ വിഷ് വെച്ച് നമ്മൾ കത്തിക്കും. ആൻഡ് ഓരോ വിഷ് നമ്മൾ കത്തിക്കുമ്പോഴും നമ്മൾ മനസ്സിൽ താങ്ക് യു പറഞ്ഞ് ഹാപ്പി ആയിട്ട് ആ വിഷ് നടന്നു എന്ന് മനസ്സിൽ വിചാരിച്ച് കത്തിക്കുക. ആൻഡ് ജനുവരി 1 രാവിലെ ആകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വിഷ് ബാക്കിയുണ്ടാവും. ഓക്കെ, സോ ഈ ഒരു റിച്വൽ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബാലൻസിങ് റിച്വൽ. അതായത് ഇറ്റ്സ് എ ബാലൻസ് ബിറ്റ്വീൻ സറണ്ടറിങ് ഓർ ലെറ്റിംഗ് ഗോ ആൻഡ് റെസ്പോൺസിബിലിറ്റി. അതായത് നമ്മൾ ഈ 11 ദിവസം കത്തിച്ച വിഷുകളുണ്ടല്ലോ, ഈ 11 ദിവസം കത്തിച്ച വിഷയങ്ങൾക്കുമുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ യൂണിവേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിലാണോ വിശ്വസിക്കുന്നത്, പൂർവികരിലാണോ വിശ്വസിക്കുന്നത്, ലൈക്ക് നിങ്ങൾ ആരിലാണോ വിശ്വസിക്കുന്നത്, നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കുകയാണ്. പക്ഷേ ഈ ബാക്കി വന്നേക്കുന്ന ഈ ഒരു വിഷയമുണ്ടല്ലോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു അക്കാഡമി തുടങ്ങുക എന്നുള്ള എൻ്റെ വിഷയമാണ് എനിക്ക് കിട്ടിയത് എന്ന് വിചാരിക്കുക. എൻ്റെ ഈ ഉള്ള അടുത്തൊരു കൊല്ലം മൊത്തം അല്ലെങ്കിൽ ആ വിഷയം നടക്കും വരെയുള്ള എൻ്റെ അൾട്ടിമേറ്റ് ഫോക്കസ്, എൻ്റെ സകല റെസ്പോൺസിബിലിറ്റിയും, എൻ്റെ എല്ലാ വർക്കും ഞാൻ ഇടേണ്ടത് ആ ഒരു വിഷയിലാണ്. നമ്മൾ ബാക്കി എല്ലാ വിഷയം നമ്മൾ യൂണിവേഴ്സിന് വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി നമ്മുടെ റെസ്പോൺസിബിലിറ്റിയും നമ്മുടെ വർക്കും മാത്രമാണ്. സോ ഇറ്റ്സ് അഗെയിൻ എ ബാലൻസ്. അതായത് നമ്മൾ യൂണിവേഴ്സിന് ചെയ്യാൻ കൊടുക്കുന്നു, യൂണിവേഴ്സിലെ വർക്കിൽ നമ്മൾ വിശ്വസിക്കുന്നു, ആൻഡ് നമ്മളിൽ തന്നെ വിശ്വസിക്കുന്നു ദാറ്റ് വി വിൽ ഡു ദിസ് വൺ തിങ്. ബാക്കി പറഞ്ഞെണ്ണം യൂണിവേഴ്സ് ചെയ്യണമെങ്കിൽ ഈ ഒരെണ്ണം നമ്മളും ചെയ്യണം. താൻ പാതി ദൈവം പാതി എന്നൊക്കെ കേട്ടിട്ടില്ലേ? പക്ഷെ ഈ പാതിയല്ല, 12 എണ്ണത്തിൽ നമ്മൾ 11 യൂണിവേഴ്സിന് ചെയ്യാൻ കൊടുത്തെങ്കിൽ ബാക്കി ഒരെണ്ണമെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? അതാണല്ലോ അതിൻ്റെ ഒരു മര്യാദ. സോ ഈ ഒരു സാധനം ബാക്കി വരുന്നതിലേക്ക് നമ്മൾ എല്ലാ എഫേർട്ടും ഇടുക. സോ ഇങ്ങനത്തെ ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്, ഞാൻ ഇത്തവണയായിട്ടോ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഞാൻ ഇതിന് മുന്നേ ഞാൻ പരീക്ഷിക്കാൻ തോന്നുന്നില്ല. സോ കേട്ടപ്പോൾ ചെയ്യണം എന്ന് തോന്നി. സോ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിരുന്നു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് പറയണം എന്നും തോന്നി. സോ നിങ്ങളും ചെയ്യുക, ഞാനും ചെയ്യാം. നമുക്ക് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ എന്ന് വിശ്വസിക്കാം, പ്രാർത്ഥിക്കാം. അപ്പം അത്രേ ഉള്ളൂ, നമുക്കിത് ചെയ്യാം ഗൈസ്. ബൈ.